നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അരങ്ങേറി. ടോൾ പിരിവ് സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നതയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന് സൂചന. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ മാനസിക രോഗ ചികിത്സാ യൂണിറ്റും കൗൺസിലിംഗ് യൂണിറ്റും ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ ശാസ്ത്രമേളയും കരകൗശല പ്രദർശനവും നടന്നു. ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നമ്മുടെ പാർട്ടി സമ്മേളനം ഇന്നത്തെ ദേശീയ സർവ്വദേശീയ പരിതസ്ഥിതിയിൽ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകൾ പ്രാവർത്തികമാക്കിയതിൻ്റെ അനുഭവത്തിൽ പുതിയ കാല ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും ശരിയായ രാഷ്ട്രീയ നിലപാടും രൂപീകരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം CPIM-നുണ്ട്. ആ ദിശയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ സമ്മേളനം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PK ബിജു, MV ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. VV രമേശൻ സ്വാഗതം പറഞ്ഞു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച, നേതാക്കളിൽ ചിലരുടെ വഴിവിട്ട ബന്ധങ്ങൾ, സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാകും. അതിർത്തിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥയും കടുത്ത വിമർശനത്തിനായിരിക്കും വഴിവെക്കുക. MV ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. CH കുഞ്ഞമ്പു MLA, M രാജഗോപാലൻ MLA, മുൻ MLA KV കുഞ്ഞിരാമൻ, VV രമേശൻ എന്നിവരുടെ പേരുകളും ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. 317 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച ശക്തി പ്രകടനത്തോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അരങ്ങേറി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന നാടകം വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അരങ്ങേറി. രാഷ്ട്രീയ നാടക ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം വഹിച്ച ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തോപ്പിൽ ഭാസിയാണ്. 5000-ത്തിലധികം വേദികൾ പിന്നിട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇപ്പോഴും വിജയകരമായി യാത്ര തുടരുകയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന നാടകം വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടോൾ പിരിവ് സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നതയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വികസനം നടക്കണമെങ്കിൽ ടോൾ ഏർപ്പെടുത്തിയേ മതിയാകൂവെന്നും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും മുന്നണി പരിശോധിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതിൽ
പരിഗണിക്കേണ്ടുന്ന ഒരു പ്രശ്നം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുടെയും സംരക്ഷണവും മുന്നോട്ടുള്ള പരിപാടികളുമാണ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ അനുദിനം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ അവസാനം അവതരിപ്പിച്ച ബജറ്റിൽ പോലും ജനങ്ങളെ കേരളത്തെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നിർദ്ദേശങ്ങളും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന് വരുമാനം സമാഹരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു. കിഫ്ബി പദ്ധതി വഴി 90,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. അതിൽ പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്, പലതും പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് പാലത്തിനും റോഡിനുമാണ്. ഇതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന സൂചന. ചീമേനി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നിരവധി നിരീക്ഷണ ക്യാമറകളുടെ പരിശോധനയിലാണ് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ 4 അംഗങ്ങളുള്ള കവർച്ചാ സംഘം 2 തവണ എത്തിമടങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ചീമേനിയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കി പകൽ സമയത്ത് നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ എൻ മുകേഷിന്റെ ചീമേനി നെടുമ്പയിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ വൻ കവർച്ച നടന്നത്. ഗുജറാത്തിൽ ജോലി ചെയ്തു വരുന്ന മുകേഷ് കുടുംബത്തോടൊപ്പം കണ്ണൂരിലെ തറവാട് വീട്ടിൽ പോയി മടങ്ങിയെത്തുമ്പോഴാണ് വീടിന്റെ വാതിൽ തകർത്ത് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടത്. വീട്ടിലെ പശുപരിപാലനത്തിന്റെ ചുമതല വഹിച്ചിരുന്ന നേപ്പാൾ സ്വദേശി ചക്ര ഷാഹിയും ഭാര്യ ഇഷ ചൌധരി അഗർവാളിയും സംഭവത്തിന് ശേഷം കാണാനില്ല. കവർച്ച നടത്തിയ സംഘം കേരളം വിട്ടുപോയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ മാനസികരോഗ ചികിത്സാ യൂണിറ്റും കൗൺസിലിംഗ് യൂണിറ്റും ആരംഭിച്ചു. സിനിമാ താരവും ഡിവൈഎസ്പിയുമായ സിബി തോമസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ മാനസികരോഗ ചികിത്സാ യൂണിറ്റും കൌൺസിലിംഗ് യൂണിറ്റും ആരംഭിച്ചു. പ്രശസ്ത മാനസികരോഗ വിദഗ്ധൻ ഡോക്ടർ സണ്ണി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് എല്ലാ ദിവസവും ചികിത്സ ലഭ്യമാക്കും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തന സമയം. മൻസൂർ ആശുപത്രി ചെയർമാൻ സി കുഞ്ഞഹമ്മദ് പാലക്കിയുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ താരവും ഡിവൈഎസ്പിയുമായ സിബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഓസ്കാർ നേടി സാമ്പത്തികമായിട്ടെല്ലാം പരകോടിയിലെത്തിയത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ് ഈസ് പീസ്. സമാധാനമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സമാധാനമില്ല, എത്ര പണം ഉണ്ടായാലും എത്ര ശക്തനാണെങ്കിലും സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ സമാധാനം, നമ്മുടെ എല്ലാവരുടെയും സമാധാനം കാത്തു സൂക്ഷിക്കാനായിട്ട് സാറിനെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഈ മൻസൂർ ഹോസ്പിറ്റലിനെ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയുകയാണ്, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി. കാരണം ആരോഗ്യമുള്ള സമാധാനമുള്ള ഒരു തലമുറയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. അപ്പോൾ അത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡോക്ടർ സണ്ണി മാത്യു, കുഞ്ഞബ്ദുള്ള പാലക്കി, എ ഹമീദ് ഹാജി, ഡോക്ടർ ഗിരീഷ്, ഡോക്ടർ അബ്ദുൽ കരീം, ഹംസ പാലക്കി, ഡോക്ടർ നമിത, ഡോക്ടർ ബഷീർ അബ്ദുള്ള, ഡോക്ടർ ഫജാസ്, അൻവർ ഹസൻ, ഹാറൂൺ ചിത്താരി, ഫൈസൽ അതിഞ്ഞാൽ എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് ഡയറക്ടർ സി ഷംസുദ്ദീൻ പാലക്കി സ്വാഗതവും ഡയറക്ടർ ഖാലിദ് പാലക്കി നന്ദിയും പറഞ്ഞു. ഡോക്ടർ സണ്ണി മാത്യു ഇന്ന് മുതൽ മൻസൂർ ഹോസ്പിറ്റലിൽ ചികിത്സ ആരംഭിക്കുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി, അദ്ദേഹത്തെ സിനിമാ നടൻ എന്ന് പറയണം, ഡിവൈഎസ്പി എന്ന് പറയണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഡിവൈഎസ്പി ആയ സിനിമാ നടൻ സിബി മാത്യു സാറാണ് ഉദ്ഘാടനം ചെയ്ത്. പിന്നെ എല്ലാ വ്യക്തിത്വങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരും പ്രഗത്ഭന്മാരാണ്. ഏറ്റവും വലിയ ഭ്രാന്തായി നടക്കുന്ന ഒരാളും ഞാൻ ഭ്രാന്തനും സമ്മതിക്കൂല, അകാര്യം തീർച്ചയാണ്. അവരെ വിചാരം ബാക്കി എല്ലാവർക്കും ഭ്രാന്താന്ന്, എനിക്കൊന്നുമില്ല എന്നില്ല വിചാരമാണ്. അതുകൊണ്ട് പിന്നെ ശരിക്കും ഡോക്ടറെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമുക്കുള്ള വീക്ക്നെസ് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശരിയായിക്കൊള്ളുന്ന അതിനോട് കൂടി നമ്മൾ വേറൊരു മനുഷ്യനായിട്ട് മാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷാമാശ്വാസ ഗഡുക്കൾ, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന 1992 രൂപീകരിച്ചത് നമുക്കെല്ലാം അറിയാവുന്നു. ഈ സംഘടന രൂപീകരിക്കുന്ന അവസരത്തിൽ കേരളത്തിലെ പെൻഷൻകാർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര പെൻഷൻകാരുടെയും മറ്റിതര സംസ്ഥാനങ്ങളിലെ പെൻഷൻകാരുടെയും ഏറെ പുറകിലായിരുന്നു. 5 വർഷത്തിലേക്ക് ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് മെച്ചപ്പെട്ട പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഈ തത്വം അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി സുമതി ടീച്ചർ അനുശോചനവും, സെക്രട്ടറി കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ കെ മോഹൻദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വി ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പ്രസിഡന്റ് പി പരമേശ്വരൻ, യൂണിറ്റ് ചാർജ് കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ എം കൃഷ്ണൻ സ്വാഗതവും ടി കെ സുധാകരൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗം പനത്തടി നാരായണൻ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം വി ടി കാർത്യായണി വരണാധികാരിയായി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ രവീന്ദ്രൻ, സെക്രട്ടറി കെ ചന്ദ്രൻ, ട്രഷറർ കെ മോഹൻദാസ് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡി ഫേഷ്യൽ,
ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജുവലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ ശാസ്ത്രമേളയും കരകൗശല പ്രദർശനവും നടന്നു. നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിയുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒഡീസിയം എന്ന പേരിൽ സംഘടിപ്പിച്ച ശാസ്ത്ര കരകൌശല പ്രദർശനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റയ്ക്കും കൂട്ടായും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു. പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും പ്രദർശനം കാണുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പ്ലാനറ്റോറിയം, ആർട്ട് ഗാലറി, രാമായണത്തെ ആസ്പദമാക്കിയുള്ള പെയിന്റിംഗുകൾ, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോകൾ, 3D വേൾഡ്, VR ഷോ, വിവിധ കളികൾ തുടങ്ങിയവയെല്ലാം എക്സിബിഷന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യ അധ്യക്ഷത വഹിച്ചു. വയലിനിസ്റ്റ് ശ്രീജിത്ത് പി സരിലയ, പ്രിൻസിപ്പൽ ബ്രഹ്മചാരി ഗുരു ദീപാമൃത ചൈതന്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ഇരുവൽ കേശവ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുക. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ഫലധാന്യ കാഴ്ച സമർപ്പണവും നടന്നു. തുടർന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ശേഷം മഹാപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആധ്യാത്മിക പ്രഭാഷണവും നടക്കും. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മകരമാസത്തിലെ ഭരണി നക്ഷത്രത്തിനാണ് ഇവിടെ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറ്റം നടക്കാറുള്ളത്. ഇപ്പോൾ ഈ കൊടിയേറ്റം നടന്നതോടുകൂടി ഇന്നു മുതൽ 5 ദിവസമാണ് ഇവിടുത്തെ വാർഷിക മഹോത്സവം നടക്കുക. ഈ 5 ദിവസങ്ങളിലായി ഏകദേശം 30,000-ത്തോളധികം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിവിധ സമയങ്ങളിലായി വന്നു പോവുകയും ദർശനം, അതേപോലെ തന്നെ 30,000-ത്തിലധികം ഭക്തജനങ്ങൾക്ക് ഇവിടെ അന്നദാനം നടത്താൻ വേണ്ടി ഇവിടുത്തെ കമ്മിറ്റിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്ര മഹോത്സവത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അന്നപ്രസാദം തയ്യാറാക്കാനും അതേപോലെ അന്നപ്രസാദം വിളമ്പാനും അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ മുമ്പായി തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളെല്ലാം ശുചീകരിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെല്ലാം നടത്താൻ
ഈ മുഴുവൻ പ്രവർത്തനങ്ങളും സേവനമായി തന്നെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ചെയ്യുന്നത്. ಬಂದಡಕ ಶ್ರೀ ಸುಬ್ರಹ್ಮಣ್ಯ ದೇವಾಲಯ 4 ಶತಕಗಳ 400 ವರ್ಷಗಳ ಇತಿಹಾಸ ಇರುವಂಥ ಸುಪ್ರಸಿದ್ಧ ಒಂದು ಕ್ಷೇತ್ರ. ಈ ಕ್ಷೇತ್ರೇಶ ವಿಭಾಗ ಅಂತೇಳುವಂಥ ಬಂಟ ಸಮುದಾಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟವರು ಮುಂದೆ ನಿಂತುಕೊಂಡು ಊರಿನವರ ಸಮಿತಿ ಮಾಡಿಕೊಂಡು ನಡೆಸುವಂಥ ಒಂದು ಸಮಿತಿಯು ಇದರ ಎಲ್ಲ ಕಾರ್ಯಗಳು ನಡೆಯುವಂಥದ್ದು. ಆಗ ತಾನೇ ಪ್ರಸ್ತಾಪ ಮಾಡಿದ ಹಾಗೆ ಎಲ್ಲ ವರ್ಷವೂ ಮಕರ ಮಾಸ ಭರಣಿ ನಕ್ಷತ್ರ ದಿವಸ ಧ್ವಜಾರೋಹಣಗೊಂಡು ಕೊಡಿಬೆಳಕು, ನಡುಬೆಳಕು, ಹಾಗೆ ದರ್ಶನ ಬಲಿ ಮತ್ತು ಆರಾಟ, ಹೀಗೆ 5 ದಿವಸದ ಜಾತ್ರೆ. ತದನಂತರ ಆಲಿಂಗಲ್ ದೇವಸ್ಥಾನದ ಸಮೀಪ ಇರುವ ಆಲಿಂಗಲಲ್ಲಿ ಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಕೋಲ. ತದನಂತರ ಕುಂಭಮಾಸ 10-11 ಪದಿಕಾಲಲ್ಲಿ ಕಲ್ಲುಟಿ ದೈವದ ಕಳಿಯಾಟ ಕೂಡ ನಡೆಯುತ್ತದೆ. ಪ್ರತಿ ವರ್ಷದಂತೆ ಈ ವರ್ಷವೂ ಬಂದಡ್ಕ ಶ್ರೀ ಸುಬ್ರಹ್ಮಣ್ಯ ದೇವರ ವರ್ಷಾವಧಿ ಜಾತ್ರೆ ಈಗ ಪ್ರಾರಂಭವಾಗಿದೆ. ಮೊನ್ನೆ 30ನೇ ತಾರೀಕಿಗೆ ಕೊನೆ ಮುಹೂರ್ತ ಆಗಿ ಇವತ್ತಿನಿಂದ 5ನೇ ತಾರೀಕಿನಿಂದ ಸಾಮಾನ್ಯ 12ನೇ ತಾರೀಕಿವರೆಗೆ ಬೇರೆ ಬೇರೆ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳು ಜರುಗ್ತದೆ. ಇಲ್ಲಿ ಇವತ್ತು ಕೊಡಿ ಇರುವುದಂತೇಳಿ ಆ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು, ಧ್ವಜಾರೋಹಣ ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಇವತ್ತಿನಿಂದಲೇ ರಾತ್ರಿ ದೇವರ ಬಲಿ, ಆಮೇಲೆ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಕ್ರಮಗಳು, ಆಮೇಲೆ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಪ್ರತಿದಿನ ದೇವರ ದೀಪೋತ್ಸವ ಮತ್ತು ಬಲಿ ಸೇವೆ ಮಾಡಿ ಸಾಮಾನ್ಯ 9ನೇ താരീഖിനവರೆಗೆ ഈ ಒಂದು ജാത്രോത്സവം നಡೀತದೆ. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ നടക്കും. നൃത്യങ്ങൾ, തിരുവാതിര, കൈകൊട്ടിക്കളി, ആധ്യാത്മിക പ്രഭാഷണം, യക്ഷഗാനം, ഭജന, നൃത്തഭജന എന്നിവ അരങ്ങിലെത്തും. 9-ന് ഞായറാഴ്ച ആറാട്ടെഴുന്നള്ളിപ്പ് നടക്കും. ആറാട്ടുകടവിൽ കല്ലുരുട്ടി ദൈവത്തിന്റെ കോലം കെട്ടിയാടും. രാത്രിയിൽ കൊടിയിറക്കം, മഹാപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നിവയോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. 10-ന് ഗൗഡസമുദായ കാണിക്ക സമർപ്പണം നടക്കും. 11-ന് അഡ്കത്തമ്മനെ ദേവസ്ഥാനത്ത് നിന്നും ഭണ്ഡാരം വരവ്. രാത്രിയിൽ ക്ഷേത്രം ആലിങ്കാളിൽ വിഷ്ണുമൂർത്തി സന്നിധിയിൽ തെയ്യം കൂടൽ. 12-ന് വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തും. 13-ന് പ്രതിഷ്ഠാ മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UDFന്റെ മലയോര ജാഥയെ പരിഹസിച്ച് എ വിജയരാഘവൻ. ജാഥയിൽ സുധാകരന്റെ പ്രസംഗം പിണറായിക്കെതിരെ മാത്രമാണോ? വനം വന്യജീവി പ്രശ്നം വർഗീയവൽക്കരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അപകടകരമായ രാഷ്ട്രീയമാണ് UDF കൈകാര്യം ചെയ്യുന്നതെന്നും വിജയരാഘവൻ. ഈ അനിമൽ മാൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഇന്നത്തെ പുതിയ കാലത്തിന്റെ പ്രശ്നമാണ്. അതിന് നേരിടണം. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടല്ലേ. അല്ല, പുലി വരുമ്പോ അതിന് പിണറായിനെ തർക്കം പാടുന്നു. ആന ചവിട്ടിക്കൊന്നു അപ്പൊ പുലി ആര്? പിണറായി. ഇങ്ങനെ കാണല്ലേ ആ ജാഥ പോയിട്ടുണ്ടെങ്കിൽ സുധാകരന്റെ പ്രസംഗങ്ങൾ കേട്ടോ. ആനയെ കുറിച്ച്, കാട്ടിൽ ആളിറങ്ങുന്നതിനെ കുറിച്ച് അല്ല, പിണറായിക്കെതിരാണ് പ്രസംഗം മുഴുവൻ. പിണറായിക്കെതിരാണ്. ഒരു ഗുണമുണ്ടായി, പിന്നെ കാട്ടാന വന്നിട്ടില്ല, മോഴ മാത്രമേ വന്നിട്ടുള്ളൂ. എന്ത് സ്ഥിതി ചെയ്യാൻ പാടുണ്ടോ? അതിനെപ്പോലും വർഗീയവൽക്കരിക്കാൻ പാടുണ്ടോ? അപകടകരമായ രാഷ്ട്രീയമാണ് UDF കൈകാര്യം ചെയ്യുന്നത്. സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജന്മദിനം തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ വലിയ പറമ്പ് പഞ്ചായത്ത് പരിധിയിലുള്ള KCEF തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയുടെ 37ാമത് ജന്മദിനം ആഘോഷിച്ചത്. സഹകരണ പ്രസ്ഥാനം വിവിധ മേഖലകളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ സംഘടനയുടെ ജന്മദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് KCEF സംസ്ഥാന സെക്രട്ടറി K. ശശി പറഞ്ഞു. 37ാം ജന്മദിനം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹകരണ ജീവനക്കാർ ആഘോഷിക്കുകയാണ്. ഈ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവനക്കാരുടെ കർത്തവ്യം ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ മേഖലയ്ക്കെതിരെ പ്രസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ബാധ്യത സഹകരണ ജീവനക്കാർക്കുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാൻ ഈ ജന്മദിനത്തിൽ ആഗ്രഹിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ, യൂണിറ്റ് സെക്രട്ടറി PP കുഞ്ഞികൃഷ്ണൻ, V. ജയരാജൻ, ഷാജി തൈക്കിൽ, C. സേതുമാധവൻ, K. രാജീവൻ, K. അജയകുമാർ, PV സുരേശൻ, PP ആശ, P. വിജിത, T. രഞ്ജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13-ന് നടക്കും. രാവിലെ നടക്കുന്ന പൊങ്കാല അർപ്പണത്തിൽ 800-ൽ പരം സ്ത്രീകൾ പങ്കെടുക്കും.
ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ 14ാമത് പൊങ്കാല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലേദിവസം സ്ത്രീകൾ വ്രതം നോക്കി രണ്ടാമത്തെ ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി മനസ്സിറങ്ങി ദേവിയെ വിളിച്ചിട്ട് പൊങ്കാല സമർപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. അതുപോലെ കല്യാണം കഴിയാത്തവർക്ക് മംഗല്യഭാഗ്യം, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യം എല്ലാം നൽകുന്ന ഒരു ദേവിയാണ് നമ്മളെ കാളീശ്വരം ക്ഷേത്രത്തിൽ കുടികൊടുക്കുന്നത്. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രം പൊങ്കാല മഹോത്സവം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൊങ്കാല തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി 13 ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്നേ ദിവസം രാവിലെ മുതൽ പൊങ്കാല ആരംഭിക്കും. ഇത് 14ാമത്തെ പൊങ്കാല മഹോത്സവമാണ് കാളീശ്വരം അമ്പലത്തിൽ നടക്കുന്നത്. ഒരു ദിവസം വ്രതം നോറ്റെത്തുന്ന 800-ൽ പരം സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കുക. ഈ വർഷം വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 13 പുലർച്ചെ 5 ഗണപതി ഹോമവും രാവിലെ ഉഷപൂജയും നടക്കും. തുടർന്ന് ക്ഷേത്രത്തിൽ ഒരുക്കുന്ന പണ്ടാര അടുപ്പിൽ മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കും. 11 മണിയോടെ പൊങ്കാല നൈവേദ്യ സമർപ്പണം നടക്കും. പൊങ്കാല അർപ്പിക്കുന്നവർക്ക് ആവശ്യമായ അടുപ്പ്, മൺകലം, കയിൽ, അരി, വെള്ളം, നെയ്യ് തുടങ്ങിയവ ക്ഷേത്ര കമ്മിറ്റി നൽകും. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല മഹോത്സവ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന 2000-ൽ പരം പേർക്ക് അന്നദാനവും നൽകും. പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കരിങ്കൽ പടുതി സമർപ്പണവും നടക്കും. ഫെബ്രുവരി 12 വൈകുന്നേരം 6 ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു, സെക്രട്ടറി കെ വി സനിത്, ഡോക്ടർ വി രാജീവൻ, കെ വി ഷീജ, കെ വി അശ്വിൻ രാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ
സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ചിത്താരി പൊയ്യക്കര മുണ്ടവളപ്പ് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ചിത്താരി പൊയ്യക്കര മുണ്ടവളപ്പ് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനവും പുത്തരി അടിയന്തരവും തെയ്യം കെട്ടിയാടിക്കലും നടന്നു. ആദ്യ ദിനത്തിൽ പുത്തരി അടിയന്തര ചടങ്ങുകൾ നടത്തി. തുടർന്ന് തറവാട് തെയ്യം കൂടൽ നടന്നു. സമാപന ദിവസം പുലർച്ചെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ, വേതാളം എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് മുണ്ടേവീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി, പൂരക്കളി എന്നിവ അരങ്ങേറി. തറവാടുകളിൽ അതിപുരാതനവും ഏറെ സവിശേഷതകളും പ്രാധാന്യവുമുള്ളതാണ് മാണിക്കോത്ത് ശ്രീ മുണ്ടേൽവീട് തറവാട്. മൂവാണ്ട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം നടന്നു. തുടർന്ന് പ്രദേശത്തെ വനിതകളുടെ നേതൃത്വത്തിൽ തിരുവാതിര അരങ്ങിലെത്തി. മഹോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളിയും അരങ്ങേറി. തിരുവാതിരയും പൂരക്കളിയും കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. രാവണീശ്വരം നാരന്തട്ട തറവാട് പ്രതിഷ്ഠ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. രാവണീശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പ്രതിഷ്ഠ കലശ മഹോത്സവ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന ചടങ്ങിൽ നിരവധി പേർ അണിനിരന്നു.
ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം. ഫെബ്രുവരി 6 വ്യാഴാഴ്ച ഗണപതി ഹോമം, ഭഗവതി സേവ, സ്ഥലശുദ്ധി, കുംഭേശ കർക്കരി പൂജ, ശയ്യാപൂജ, ഭഗവതി സേവ, ഉച്ചപൂജ, അധിവാസ ഹോമം, ധ്യാനാധിവാസം എന്നിവ നടക്കും. ഫെബ്രുവരി 7 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദ പ്രതിഷ്ഠ, തുടർന്ന് ലളിത സഹസ്രനാമം എന്നിവ നടക്കും. പകൽ 1 മണി മുതൽ 2:30 വരെയുള്ള രോഹിണി നക്ഷത്രം എടവം രാശി ശുഭമുഹൂർത്തത്തിൽ നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ പ്രതിഷ്ഠ നടക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ്, തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണം. രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ തിടങ്ങൽ, 9 മണിക്ക് പൊട്ടൻതെയ്യം കൂടൽ, തുടർന്ന് നാരന്തട്ട തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ ഫെബ്രുവരി 12 പൊട്ടൻതെയ്യം നാരന്തട്ട ചാമുണ്ഡിയമ്മ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് പുതിയപുരയിൽ നാൽപ്പാടി തറവാട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. മുഖ്യശില്പി മുരളി ചാലിങ്കാൽ, കൃഷ്ണൻ മേസ്ത്രി എന്നിവർ നേതൃത്വം നൽകി. മാണിക്കോത്ത് പുതിയപുരയിൽ നാൽപ്പാടി തറവാട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. മുഖ്യശില്പി മുരളി ചാലിങ്കാൽ, കൃഷ്ണൻ മേസ്ത്രി എന്നിവരാണ് നേതൃത്വം നൽകിയത്. തറവാട് പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ തറവാട് കാരണവർ പി കുഞ്ഞാമൻ മാണിക്കൂത്ത്, വർക്കിംഗ് ചെയർമാൻ കൂവൽ ദാമോദരൻ, കൺവീനർ പി കെ നാരായണൻ തുരുത്തി എന്നിവരും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ചടങ്ങിൽ സംബന്ധിച്ചു. പാതകമൊപ്പം കുറ്റിയടി നടന്നു കഴിഞ്ഞു. അതിൽ ശില്പിയായി മുരളിയും മറ്റേ മേസ്ത്രി കൃഷ്ണൻ അവർ മേൽനോട്ടത്തിലാണ് ഈ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊവ്വൽപ്പള്ളി കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. വിവിധ പൂജകൾ നടന്നു. കോവൽപ്പള്ളി കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. വിവിധ പൂജകളും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞാറിലത്ത് കേശവ പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടന്നത്. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിളക്കുപൂജയും നടന്നു. രോഹിണി അന്തർജനം തുളസീവനം കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദീപാരാധന, പ്രസാദ വിതരണം എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അരങ്ങേറി. ടോൾ പിരിവ് സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നതയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന സൂചന. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ മാനസിക രോഗ ചികിത്സാ യൂണിറ്റും കൗൺസിലിംഗ് യൂണിറ്റും ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ ശാസ്ത്രമേളയും കരകൗശല പ്രദർശനവും നടന്നു. ബന്തടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.